ഹലോ. നമ്മൾ ലൈഫിൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അതിനുള്ള ഒരു ആൻസർ കിട്ടുന്നില്ല. നമ്മൾ ലൈഫിൽ ഇങ്ങനെ വീണ് പോവാണ്, ഡൗൺ ആയി പോവാണ്, മെന്റലി നമ്മൾ ഭയങ്കര ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ കാണുന്ന ബൈബിള് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ബൈബിളില് സങ്കീർത്തനം, പഴയ നിയമത്തിൽ സങ്കീർത്തനം ചാപ്റ്റർ 37 വേഴ്സ് 24. ഞാനത് പറയുന്നില്ല എന്താന്നുള്ളത്, നിങ്ങളത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ സങ്കീർത്തനം 37 അധ്യായം 24 വാക്യം നിങ്ങൾ വായിച്ചു നോക്കൂ കേട്ടോ. സംഭവം ആകെ 3 വരെയുള്ളൂ, ഇത്രയേ ഉള്ളൂ. സങ്കീർത്തനം നമുക്ക് അറിയാലോ, ഓരോ വാക്യങ്ങളും അത്രയും ഷോർട്ടാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി, ആ ഒരു പ്രതീക്ഷ, ആ ഒരു വിശ്വാസം, ഒരു പോസിറ്റീവ് വൈബ്, അതൊക്കെ ഉണ്ടല്ലോ, ഇത് ഇത്രയ്ക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് എടുത്ത് വായിക്കണം. നിങ്ങൾക്ക് വായിച്ചു കഴിയുമ്പോൾ സെയിം പോസിറ്റീവ് ഒരു വൈബ്, ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങളത് ഷെയർ ചെയ്യും വേണം. ഓക്കെ, ഞാനിത് വായിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. ഞാൻ യൂട്യൂബിൽ ഒരു ഷോർട്സ് കണ്ടതാണ്, അതിലിങ്ങനെ സങ്കീർത്തനം 37 വായിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞൊരു ഷോർട്സ് ആയിരുന്നു അത്. അപ്പം ഞാനിങ്ങനെ വായിച്ചു പോകുമ്പോഴാണ് അതിൽ 24 വാക്യം ഞാൻ ശ്രദ്ധിച്ചത്. അപ്പം ഞാൻ ആലോചിച്ചു, ഓ ഗോഡ്, ഇത് എന്തുകൊണ്ട് ഞാൻ നേരത്തെ കണ്ടില്ല എന്നുള്ളത്. അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കിട്ടുന്ന ഒരു വാക്യമാണ് കേട്ടോ അത്. ഞാനത് ഇടയ്ക്കിടയ്ക്ക് വെറുതെ ആയിരിക്കുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതെന്തോ അതങ്ങനെ പറയുമ്പോൾ ഒരു പ്രതീക്ഷയാണ്, ഒരു വിശ്വാസമാണത്. അപ്പോൾ മറക്കണ്ട, സങ്കീർത്തനം 37 അധ്യായം 24 വാക്യം. ഓക്കെ, ബൈ.